നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ താലി കെട്ടി ഭാര്യയാക്കണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടന്നിരിക്കും. ഇന്ന് മുരുക ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കല്യാണമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? മര്യാദയ്ക്ക് വന്നോ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലി കെട്ട് നടന്നിരിക്കണം. നീ വരുന്നോ അതോ പിടിച്ചു കെട്ടിക്കൊണ്ട് പോണോ? കല്യാണത്തിന് സമ്മതിക്കുന്ന നിനക്ക് നല്ലത്. പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ തട്ടിക്കൊണ്ട് പോയിട്ടാണോ വിവാഹം കഴിക്കുന്നത്? ഞങ്ങളുടെ ചേട്ടായിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവളെ കിട്ടുന്നതിന് ആരുടെ അനുഭവത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓഹോ, നീ കഴുത്ത് കാണിച്ചു കൊടുക്കണം, അല്ല നിന്നെ പൊക്കിയെടുത്തോണ്ട് പോകും ഞങ്ങള്. എന്താ ശിവൻ ഇത്? ആരെവരൊക്കെ? എനിക്ക് അറിയില്ല പ്രണവ്. ആരാ നിങ്ങള്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? ഇതെന്റെ ലവറാ. എന്താ നീ പറഞ്ഞേ? നിന്റെ ലവറാണെന്നോ? ഇവനോ? അതെ, വെറുതെ കയറി ഇവൻ അവനൊന്നും വിളിക്കണ്ട. എത്ര നാളായിട്ട് ഞങ്ങൾ അടുപ്പത്തിലാണെന്നറിയോ? സത്യം ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അടുപ്പത്തിലായിട്ട് 3 വർഷമായി. നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കണോ? ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ നിനക്ക് പ്രണയത്തിന് താല്പര്യമില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? അത് ഞാൻ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഈ പറഞ്ഞതൊക്കെ സത്യം. ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ട്. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാ. ഞാൻ അണീച്ച മോതിര പ്രണവിന്റെ ഈ വിരലിൽ കിടക്കുന്ന. കൊള്ളാം, നിന്റെ പുതിയ നാടകം കൊള്ളാം. വഴിയിൽ കൂടി പോയ ഏതോ ഒരുത്തിനെ പിടിച്ചു നിർത്തിയിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി നിന്റെ ലവറാണെന്ന് പറയുന്നു. ഞാനത് വിശ്വസിക്കണം അല്ലേ? ചേട്ടാ, ഇവള് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. ഓക്കെ, എടുത്ത് വണ്ടി കയറാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ ലവറാണെന്ന്? വഴിയെ പോകുന്ന ആരെങ്കിലും ഒരു പെണ്ണ് പിടിച്ച് കിസ് ചെയ്യോ? പ്രണവ്, ഇവന്മാരെ പറഞ്ഞു വിട്. ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അതെ, നിങ്ങൾ ഈ കാണിക്കുന്ന അതിക്രമമാണ്. ഈ നിൽക്കുന്ന ശിവാനി എന്റെ ലവറാ. ഞങ്ങളുടെ വിവാഹവും തീരുമാനിച്ചതാണ്. മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളിപ്പോ തിരിച്ചു പോവാം. അതല്ല ഇതൊരു ഉടായിപ്പാണെങ്കിൽ സത്യമാട്ടെ ശിവാനി, നിന്റെ കഷ്ടകാലമാണേ. വാടാ. താങ്ക് യു പ്രണവ്.
കുറെ നാളായി ഇവന്റെ ശല്യം തുടങ്ങിയിട്ട്. ആരാണെന്ന് പോലും എനിക്കറിയില്ല. വെറുതെ ഒരാളെ നമുക്ക് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ പറ്റുമോ പ്രണവ്? കണ്ടില്ലേ, ഇന്ന് ഞാനിപ്പോ കൂടെ ചെല്ലണോന്ന്, കല്യാണം കഴിക്കണോന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഓടി വന്നപ്പോഴാ പ്രണവിന്റെ കാറിന് മുന്നിൽ വന്ന് പെട്ടത്. ദൈവം കാത്തു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ ഞാൻ ലവറാണെന്നൊക്കെ പറഞ്ഞത്. വേറൊന്നും തോന്നല്ലേ പ്രണവ്? അപ്പോ ഈ ലവറാണെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്ന? അത് അത് പിന്നെ ഞാൻ പ്രണവ് എന്താ ഉദ്ദേശിച്ച? ഞാൻ വെറുതെ ചോദിച്ചേ, തന്നെ ഒന്ന് ഞെട്ടിക്കാനായിട്ട്. എന്തായാലും ശിവാനി കാണിച്ച വലിയ ബുദ്ധി തന്നെ. ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. കുഴപ്പമില്ല, എനിക്ക് വിഷമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് കയറി കിസ് ചെയ്തത് അത് തെറ്റായി പോയെന്ന് തോന്നുന്നു. സോറി പ്രണവ്, വെരി സോറി. നോക്ക് ശിവാനി, ആ സമയത്ത് ശിവാനി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവന്മാര് നമ്മളെ ലവേഴ്സ് ആണെന്ന് വിശ്വസിച്ചത്. അല്ലെങ്കിൽ ഇപ്പോ ആകെ കശപിശയായനെ ഇവിടെ. അങ്ങനെ നോക്കുമ്പോ കിസ് ചെയ്തത് ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സാരമില്ലടോ, ഒരു കിസ്സല്ലേ, നോ പ്രോബ്ലം. പ്രണവ് ഒരു ജെന്റിൽമാനാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ, ചിലപ്പോഴേ അമർ ഇനിയും പുറകെ വന്നേക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശിവാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അതൊന്നും വേണ്ട, പ്രണവ് പൊയ്ക്കോ. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ നടന്നു പൊയ്ക്കോളാം. ഓക്കെ ശിവാനി, എന്നാ പോട്ടെ. താങ്ക് യു. ടാറ്റ. Na na